ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ ഗുരുവായൂരേക്കുള്ള യാത്രയാണ്. ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഗുരുവായൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് ഇപ്പുറത്ത് ഗ്രൗണ്ടാണ്. ഞാൻ ഇന്നാളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്ഥലത്തിൻ്റെ മുകളിൽ ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിലാണ് വണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗുരുവായൂരേക്കുള്ള യാത്ര പോകാൻ വേണ്ടി പുറപ്പെട്ട് രാവിലെയാണ്. ഞാൻ കുളിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല, നമ്മൾ കുളിക്കാതെയാണ് യാത്ര ചെയ്യുന്നത്. കാരണം ഗുരുവായൂർ എത്തിയിട്ട് വൈകുന്നേരം കുളിച്ചിട്ട് അമ്പലത്തിലേക്ക് കണ്ണനെ കാണാൻ പോവുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയതുകൊണ്ട് രാവിലെ കുളിച്ചില്ല. അതുകൊണ്ട് രാവിലെ 7 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറപ്പെട്ടു. അതുകൊണ്ട് ഞാനും മോനൊന്ന് കുളിക്കാതെ ആണ് പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും കണ്ണൻ്റെ അടുത്തെത്തി. എങ്ങനെയായാലും നമ്മൾ റൂമെല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് കുളിച്ച് അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ കണ്ണനെ കാണാൻ പോകാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ നല്ല മഴയാണ്. അങ്ങനെ നമ്മൾ കണ്ണനെ കാണാൻ വേണ്ടി പുറപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് പുറത്തേക്ക് പോയിനെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം മാത്രം ഞാൻ കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ട്, ഒരു സ്കൂൾ ടൂറ്. വേറെ ആയിട്ട് ഞാൻ ഇതുവരെ ടൂർ പോയിട്ടില്ല. അങ്ങനെ ആ കൊച്ചി ടൂർ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊച്ചി ടൂറ് പോയപ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടതല്ലാതെ ഞാൻ ഇതുവരെ കണ്ണൂർ ജില്ലയിൽ നിന്ന് പുറത്തേക്ക് പോയില്ല. നിങ്ങൾക്കെല്ലാം ഇത് കേൾക്കുമ്പോൾ കൗതുകം തോന്നും, ഇന്ന് ആരും കൊണ്ടോ ഒരു യാത്ര ചെയ്യാത്തവരെന്നായിരിക്കും. പക്ഷെ ഞാൻ യാത്ര ചെയ്യാനുള്ള ആ ഒരു ഇതൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ എൻ്റെ മോന് എന്താ പറയുക, ഒരു 2ാം ക്ലാസ് മുതൽ എനിക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് 2ാം ക്ലാസ് മുതൽ സ്കൂൾ ടൂർ മുഴുവൻ ഞാൻ അവനെ പറഞ്ഞേക്കാറുണ്ട്. കാരണം 2ാം ക്ലാസ്സിൽ മുതൽ പാലക്കാട് അങ്ങനെയുള്ള എല്ലാ ജില്ലകളിലും എൻ്റെ മോൻ ടൂർ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ കുട്ടിക്കാലമായാലും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്കങ്ങനെ ടൂറിന് പോകാനുള്ളൊരു അവസരം ഉണ്ടായില്ല. അവസരം എന്ന് വെച്ചാൽ ചിലവർക്ക് കിട്ടുന്ന ഓരോ ഭാഗ്യങ്ങളാണ്, പക്ഷെ എനിക്കത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഗുരുവായൂർ കണ്ണനെ കാണണമെന്ന് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ എനിക്ക് ഇതുവരെ അതിൻ്റെ ഒരു അവസരം കിട്ടിയിട്ടില്ല. പിന്നെ പോകാൻ തീരുമാനിക്കുമ്പോൾ എനിക്ക് തന്നെ അത്ര താല്പര്യമില്ലായ്മ പോലെ ഉണ്ടായിട്ട് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ മോൻ 2 പ്രാവശ്യം ശബരിമലക്ക് ശബരിമലക്ക് ഭഗവാനെ കാണാൻ പോയപ്പോൾ ഗുരുവായൂരെല്ലാം കയറിയിട്ടാണല്ലോ പോവുക. അപ്പോൾ അങ്ങനെ ഗുരുവായൂർ കണ്ടപ്പോഴേ ഞാൻ ഗുരുവായൂർ പോയില്ല എന്ന് പറയുമ്പോൾ മോൻ പറയും, അമ്മ ഗുരുവായൂർ പോവുക. അപ്പോൾ ഓൻ പറയും നമുക്ക് പോകാമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയലുണ്ട്. പക്ഷേ അന്നേരം ഞാൻ പറയും പിന്നെ പോകാം, കണ്ണനെ കാണാൻ പിന്നെ പോവാം, കണ്ണൻ എപ്പോഴും എന്നെ വിളിക്കട്ടെ അങ്ങനെ പറഞ്ഞു നിന്നു. അപ്പോൾ ഇപ്പോഴാണ് തോന്നുന്നത് കണ്ണൻ എന്നെ വിളിച്ചത്. അപ്പോൾ വിളിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഗുരുവായൂരേക്ക് വൈകുന്നേരം രാത്രി സമയത്തെ കണ്ണനെ കാണാൻ ആവുള്ളൂ. അപ്പോൾ രാത്രി കണ്ണനെ കണ്ടാൽ മാത്രമേ ഞാൻ കണ്ണനെ കണ്ടു എന്ന് പറയുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ 7 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഒരു 12, 1 മണി അങ്ങനെ സമയത്ത് എത്താൻ പറ്റുള്ളൂ. ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ ആ ടൈം ആകുമ്പോൾ എത്താൻ പറ്റും. അപ്പോൾ ബ്ലോക്കെല്ലാം ഉണ്ട്, ഏകദേശം 2 മണിയെല്ലാം ആകുമായിരിക്കും. പിന്നെ യാത്ര ഇതെല്ലാം നമ്മൾ റൂമെല്ലാം ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ റൂമിൽ പോയി ഭക്ഷണമെല്ലാം കഴിച്ച് കുളിച്ച് ഇതെല്ലാം കുറച്ച് ഉറങ്ങി ഉണർവെല്ലാം ആയിട്ടാകുമ്പോൾ രാത്രി സമയം അങ്ങനെ കണ്ണനെ കാണാൻ പോകാമെന്നുള്ള മനസ്സിലിരിപ്പുണ്ട്. ഇപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു 3, 4 മണി, 5 മണി ആ ടൈം ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന സമയം. അപ്പോൾ കണ്ണനെ കണ്ടെന്ന് പറയാനായില്ല. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് കണ്ണനെ കണ്ടില്ല. ഇപ്പം ഞാൻ എൻ്റെ യാത്ര ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ചെയ്യണേ പ്ലീസ്. നിങ്ങളോട് ഞാൻ പല തവണയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ബോറടിക്കരുത്. പക്ഷേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കണ്ണനെ കാണാൻ വരുന്ന നല്ലൊരു സന്തോഷമുണ്ട് എനിക്ക്. കാരണം കണ്ണനെ ഇതുവരെ കാണാത്ത എല്ലാവരും പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കണ്ണൂർ ജില്ലയിൽ കടലായി ക്ഷേത്രത്തിൽ കണ്ണനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണനെ.
പക്ഷേങ്കിൽ ഗുരുവായൂർ ഇതുവരെ വരാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ലല്ലോ, അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴേ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുന്നു. കിട്ടിയില്ല, കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കിട്ടുന്ന കാണാനുള്ള സന്തോഷം കൂടുതലുണ്ട്. പക്ഷേ അതിലുപരി എനിക്ക് സങ്കടമുണ്ട്. കാരണം ഞാൻ പൂർണ്ണമായിട്ട് സന്തോഷം അങ്ങനെ വെച്ചാൽ സന്തോഷിക്കുന്നതിനപ്പുറത്തിലധികം എനിക്ക് സങ്കടങ്ങളുണ്ട്. യാത്ര ചെയ്യുമ്പോഴെല്ലാം ആ സന്തോഷിക്കും തോറും എൻ്റെ മനസ്സിൽ സങ്കടങ്ങൾ കൂടിക്കൂടി യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആ സങ്കടത്തോടെയാണ് യാത്ര ചെയ്യുന്നത്. സന്തോഷവും സങ്കടവും നിറഞ്ഞ ഒരു യാത്രയായത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണെന്നോ സങ്കടം എന്ന്. പക്ഷേങ്കിൽ അത് ഞാൻ പറയുന്നില്ല. കാരണം അത് എൻ്റെ മോൻ്റെ സങ്കടമായി അവിടെ നിൽക്കട്ടെ. കാരണം അതെന്തിനാ ഷെയർ ചെയ്യുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ സന്തോഷങ്ങൾ വന്നാലും ആ സന്തോഷത്തിൻ്റെ ഉപരിയായിട്ട് എൻ്റെ മനസ്സിൽ ഈ സങ്കടങ്ങൾ ഉണ്ടാവും. അത് ഞാൻ എൻ്റെ മരണം വരെ ഈ സങ്കടം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ എത്ര വലിയ സന്തോഷം വന്നാൽ പോലും അതിലുപരി എൻ്റെ കണ്ണ് നിറയുന്ന ആ സങ്കടം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കണ്ണനെ കാണാൻ വന്ന സന്തോഷം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ പെട്ടെന്ന് ഒരു യാത്ര അങ്ങനെയൊക്കെ. ഇപ്പം മോൻ്റെ 10ാം ക്ലാസ്സാണ്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. മോൻ്റെ 10ാം ക്ലാസ്സാണ്, എനിക്ക് നല്ല വീഡിയോ ചെയ്യാൻ പറ്റില്ല, പുറത്ത് യാത്ര ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാം കണ്ടവർ വിചാരിക്കും ഇതെന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പെട്ടെന്ന് പരീക്ഷ കഴിഞ്ഞപ്പാട് ഓണത്തിൻ്റെ ടൈമിന് അങ്ങനെ പോകുന്നതാണോ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേങ്കിൽ അതല്ല. ഇപ്പോൾ അങ്ങനെ അങ്ങനെ ഓണത്തിന് സ്കൂൾ പൂട്ടിയത് കൊണ്ട് അങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു എന്താ പറയുക, അങ്ങനെ വരുന്നതല്ല. പിന്നെ ഒരു കല്യാണത്തിൻ്റെ ആവശ്യമായിട്ടാണ് ഞാൻ വരുന്നത്. കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആരതാണോ കല്യാണം അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ കല്യാണം ഞാനിപ്പോൾ പറയുന്നില്ല. ഈ വീഡിയോയിൽ ആരതാണോ കല്യാണം എന്താണോ ഒന്നും ഞാൻ പറയുന്നില്ല. കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ നാളെ ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ആ വീഡിയോയിൽ കല്യാണം ആരതാണെന്നും കല്യാണം കഴിക്കുന്നത് ആരാണെന്നും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളോട് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. കല്യാണ വീഡിയോ ആരതാ കല്യാണമെന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് പുറമേക്ക് വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ണൂർ ജില്ല വിട്ടിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു സ്കൂൾ ടൂർ വന്നിട്ടുണ്ട്. അത് കൊച്ചി ടൂറായിരുന്നു. അത് മോൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ടൂർ വന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ടൂർ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ രാത്രി സ്കൂളിൽ നിന്ന് പുറപ്പെട്ടിട്ട് രാവിലെ ഇങ്ങ് എത്താന്നുള്ള ഇതിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ പുറത്തൊന്നും ചുറ്റി അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല. അതുമാത്രമല്ല എനിക്ക് സ്ഥലങ്ങളൊന്നും കൃത്യമായിട്ട് അങ്ങനെ അറിയാത്തതുകൊണ്ട് അങ്ങനെയൊന്നും കണ്ടില്ല. പക്ഷെ ഇപ്പോഴേ ഞാൻ രാവിലെ 7 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കുകയും പിന്നെ ഒരു വക സ്ഥലം ഞാൻ വീഡിയോ എടുക്കുകയും പിന്നെ മുഴുവൻ സ്ഥലങ്ങൾ ഞാൻ കാണുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന ആ വീഡിയോ എടുത്തതല്ലാതെ പിന്നെ ഞാൻ എടുക്കുന്നത് കൊയിലാണ്ടി കഴിഞ്ഞതിന് ശേഷമാണ് കാര്യമായിട്ട് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ കൊയിലാണ്ടി കഴിഞ്ഞതിന് ശേഷം കാര്യമായിട്ട് വീഡിയോ ഉള്ളത്. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ കൂടെയുള്ളവരോട് ചോദിച്ച് മോന് നന്നായിട്ടറിയില്ല, നന്നായിട്ടല്ല ഓന് 3/4 ഭാഗം സ്ഥലങ്ങൾ അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ശബരിമലക്ക് 2 പ്രാവശ്യം പോയി. പിന്നെ സ്കൂൾ ടൂറ് 3ാം ക്ലാസ് മുതലേ സ്കൂൾ ടൂറ് പോയിട്ടുണ്ട്. പാലക്കാട് അങ്ങനെ കുറേ ജില്ലകൾ ഓൻ അറിയും. അപ്പോൾ ഞാൻ ഓരോ സ്ഥലങ്ങളെത്തുമ്പോൾ ഞാൻ മോനോട് ചോദിക്കും ഇതെവിടെയാണ്. അപ്പോൾ ഓൻ അങ്ങനെ പറഞ്ഞു കൊയിലാണ്ടിയാണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കൊയിലാണ്ടി മുതൽ
മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൈപ്പാസ് അങ്ങനെയെല്ലാം വരുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ കൗതുകത്തോടെ കാണുന്ന കേട്ടോ. നിങ്ങൾ വിചാരിക്കുമോ ഇതെന്തിനാ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്? ഷെയർ ചെയ്യാൻ മാത്രം ഇതിലെന്താ ഉള്ളത് എന്ന് വിചാരിക്കും. കാരണം സ്ഥിരം യാത്രകൾ ചെയ്യുന്നവരും അവർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ വിചാരിക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഈ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഇതൊക്കെ കൗതുകമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു സന്തോഷം കൊണ്ടാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇത്രയും സ്ഥലങ്ങൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം കണ്ട് ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഞാനിത് ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരു നല്ല എന്താ പറയുക, നമുക്കൊരു ചെറിയൊരു സന്തോഷമല്ല, എനിക്ക് വലിയ സന്തോഷം കിട്ടും. നിങ്ങൾക്കെല്ലാം ഷെയർ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും കണ്ട് എനിക്ക് എന്താ പറയുക, എനിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണാൻ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം എനിക്ക് നന്നായിട്ട് കിട്ടും. കാരണം അതുകൊണ്ടാണ്. ഇതിപ്പോൾ മോൻ പൊറോട്ടയും കടലക്കറിയാണ് തിന്നുന്നത്. നമ്മൾ കൊയിലാണ്ടി എത്തിയതിന് ശേഷമാണ്, രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ കൊയിലാണ്ടി എത്തിയതിന് ശേഷം നമ്മൾ രാവിലത്തെ ചായ കഴിക്കാൻ കയറിയത്. അപ്പോൾ ഓന് പൊറോട്ടയും കടലക്കറിയും ചായയും അങ്ങനെ കഴിച്ച് ഞാനും അങ്ങനെ കഴിച്ചു. അപ്പോൾ നമ്മൾ കൂടെയുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു, അവരെല്ലാവരും കഴിച്ചു. നമ്മൾ കുടുംബക്കാരെല്ലാവരുമായിട്ടാണ് വന്നത്. കുടുംബം തന്നെ എൻ്റെ ഭർത്താവിൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യ, പെങ്ങൾ, അങ്ങനെ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെ മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ടാണ് യാത്ര ഉള്ളത്. എൻ്റെ വീട്ടുകാരല്ല, ഭർത്താവിൻ്റെ വീട്ടുകാർ, ഞാനും മോനും കൂടിയാണ് യാത്ര പുറപ്പെട്ടത്. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് അങ്ങനെ കൊയിലാണ്ടിയിൽ നിന്ന് പുറപ്പെട്ട്. അപ്പോൾ എനിക്ക് ഈ കാഴ്ചകളെല്ലാം ഭയങ്കര കൗതുക കാഴ്ചയായിട്ടാണ് തോന്നിയത്. അപ്പോൾ എന്നോട് മോൻ പറയുന്നുണ്ട്, അമ്മ എന്ന് ഇങ്ങനെ വീഡിയോ എടുക്കും. ഞാൻ പറഞ്ഞു ഞാനെടുക്കും, എനിക്ക് ഇതെല്ലാവരും ഷെയർ ചെയ്യണം, ഞാനെടുക്കും അങ്ങനെ പറഞ്ഞിട്ട് ഓൻ എന്നെ കളിയാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നീ കളിയാക്കിക്കോ, എനിക്ക് ആദ്യമായിട്ട് ഞാൻ കാണുന്നതാണ്, ഞാനത് വീഡിയോ എടുക്കും, ഞാനെന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇത്രയും കൗതുകത്തോടെ ഇത് കാണണമെന്നായിട്ട് മനസ്സിൽ വിചാരിക്കരുത്. നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും, പക്ഷെ ഞാൻ മാത്രം കണ്ടില്ല. അപ്പോൾ ആ കാണുന്നതിൻ്റെ ഒരു സന്തോഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതെല്ലാ സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം എവിടെയാണ് എന്താണെന്നറിയില്ല, ഇങ്ങനെ പോകുമ്പോൾ കാണുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളെല്ലാം കാണുന്ന ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ അതാത് സ്ഥലങ്ങൾ ഏതെല്ലാണെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് കമൻറ്റിൽ പറഞ്ഞു തരണേ. ഈ വീഡിയോ കാണുന്ന ആർക്കും ഇത് കൃത്യമായ സ്ഥലങ്ങൾ അറിയെങ്കിൽ ഒരു സ്ഥലങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് എനിക്ക് പറഞ്ഞു തരണം. കാരണം നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്നതല്ലാണ്ട് ഒരു സ്ഥലങ്ങൾ അറിയില്ലല്ലോ. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ വന്നാൽ കണ്ണൂർ ജില്ലയിലല്ലാത്തവർക്ക് കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ പോകുന്നതെന്നല്ലാതെ ഇത് എവിടെയാണെന്ന് അറിയില്ലല്ലോ. അതുപോലെ ഞാനും ഇപ്പോൾ ഉള്ളത്, ഇത് എവിടെയാണെന്ന് എന്താണെന്നൊന്നും അറിയില്ല. എല്ലാം ഞാൻ കൗതുകത്തോടെ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലങ്ങളെല്ലാം. കാരണം നല്ല നല്ല ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ മലപ്പുറം അങ്ങനെ മലപ്പുറം എല്ലാം പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഏതോ സ്ഥലമാണ്, എന്തോ പേടിപ്പെടുത്തുന്ന ജില്ലയാണ്, അങ്ങനെയൊക്കെയാണ് എൻ്റെ തെറ്റിദ്ധാരണകൾ. ഇപ്പം മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ എന്നെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് തൃശ്ശൂർ എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര പേടിയുള്ള സ്ഥലമാണ്, എന്തോ ഒരു ഉൾവഴിയുള്ള സ്ഥലമാണ്. അങ്ങനെ അതുപോലെ മലപ്പുറം, പാലക്കാട് എന്നെല്ലാം പറയുമ്പോൾ എൻ്റെ വിചാരം ഇതെന്തോ ഒരു സ്ഥലം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മലപ്പുറം, പാലക്കാട് എല്ലാം ഇഷ്ടപ്പെട്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ജില്ലയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ എൻ്റെ ജില്ലയെക്കാട്ടി എനിക്ക് കൂടുതൽ നിങ്ങളെ ജില്ല ഇഷ്ടപ്പെട്ടു തന്നെ ഞാൻ പറയും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. കാരണം ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര അവിടെ ഇറങ്ങാൻ പറ്റിയെങ്കിൽ ഞാൻ ഇറങ്ങിയിട്ട് കുറച്ച് സമയം അതെല്ലാം കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു വഴിയില്ല. കാരണം വണ്ടി പോകുമ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ടുണ്ട്. കാരണം യാത്ര ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് അത് മാക്സിമം നന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം മോശമെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ശ്രദ്ധയോടെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മൊബൈൽ വീണ് പോകുമെന്നുള്ള പേടിയോടെ ഞാൻ ചെയ്തിന്. അപ്പോൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കൂട്ടുകാരെ.
നിങ്ങളെ ജില്ല ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ പറയുന്ന ഈ ജില്ലക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് പറയണേ. നിങ്ങളെ ജില്ല ഈ മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ഈ 3 ജില്ലയിലുള്ളവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റിൽ കൂടി നിങ്ങൾ ആ ജില്ലയിലുള്ളവരാണെന്ന് എനിക്ക് പ്രത്യേകിച്ച് പറയണം. നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ പോകരുത്. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട് എന്താ പറയുക, പറഞ്ഞിട്ട് എനിക്ക് മതിയാവുന്നില്ല. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ജില്ലയായിപ്പോയി. ഞാൻ പേടിച്ചു നിന്ന ജില്ലകളേ അല്ല. പണ്ടെല്ലാം പാലക്കാട് എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പാലക്കാട് എന്തായിരിക്കും, അങ്ങനെ എൻ്റെ കാഴ്ചപ്പാടാണ്. എല്ലാവരും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. അപ്പോൾ കണ്ണൂർ ജില്ല മാത്രം എന്താ പറയുക, ഒരു തവളയെ അറിയില്ല, പൊട്ടൻ കിണറിൽ എന്നാണ് അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ലില്ലേ, അതുപോലെയാണ്. നമ്മളെ ജില്ല മാത്രം കണ്ടതുകൊണ്ട് നമ്മളെ ജില്ല മാത്രമാണ് ഏറ്റവും നല്ലതെന്നുള്ള എന്തോ ഒരു ധാരണപ്പെട്ടുപോയ ഞാനാണ്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് വിചാരിക്കുന്നത് പാലക്കാടും ഈ മലപ്പുറം ജില്ല എല്ലാം ഭയങ്കര വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ നമ്മൾ ആര് ബന്ധുക്കളും ഈ ജില്ലയിലൊന്നും ഇല്ല. ഏതെങ്കിലും ബന്ധുക്കളുണ്ടെങ്കിൽ ഞാൻ ഒരാഴ്ചയും മലപ്പുറം, പാലക്കാട്, തൃശ്ശൂരെല്ലാം വന്ന് നിൽക്കുവരും. പക്ഷേ ഒരു കാരണവശാലും നമുക്ക് ആര് ബന്ധുക്കളും ഈ ജില്ലയിലില്ല. അതുകൊണ്ട് അങ്ങനെ വന്ന് നിൽക്കാനും നമുക്ക് പറ്റില്ല. നമ്മുടെ കഷ്ടകാലം എന്ന് പറയാം. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ജില്ലയിലും ബന്ധുക്കളുണ്ടാവണമെന്ന്. കാരണം നമ്മളെല്ലാം ഇപ്പോൾ കല്യാണം കഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ കുടുംബക്കാരായാലും ഇപ്പോൾ നമ്മളായാലും നമ്മളെ ജില്ല വിട്ടിട്ട് മറ്റൊരു ജില്ലയിൽ പോയിട്ട് കഴിക്കുന്നില്ല. കല്യാണം കഴിച്ച് പോകാമെന്ന് പറയുമ്പോൾ നമ്മളറിയാം നമ്മളെ ജില്ലയിൽ മാത്രമേ വേണ്ടൂ. അപ്പോൾ ഞാൻ ഇനി പറയുന്നത് നമ്മളെ ജില്ല വിട്ടിട്ട് മറ്റുള്ള ജില്ലയിൽ പോയിട്ട് കല്യാണം കഴിക്കണം എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ ജില്ലയിൽ നിന്ന് മറ്റുള്ള ജില്ലയിൽ പോയിട്ട് നമുക്ക് താമസിക്കാമല്ലോ. അപ്പോൾ നമുക്ക് ബന്ധുക്കൾ വഴി നമുക്ക് എല്ലാ ജില്ലകളും കാണാമല്ലോ. അപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അതാണ്. കണ്ടോ, ഈ സ്ഥലങ്ങളെല്ലാം കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം തോന്നുന്നു. കൂട്ടുകാരെ, പറഞ്ഞിട്ട് എനിക്ക് മതിയാവുന്നില്ല. അത്രയും ഇഷ്ടം തോന്നുന്ന ഒരു ജില്ലകൾ. അപ്പം നിങ്ങളായിരിക്കും ഇത് യാത്ര ചെയ്തിട്ടാണോ എൻ്റെ സൗണ്ട് ഇങ്ങനെ? പക്ഷെ യാത്ര ചെയ്തിട്ടല്ല കേട്ടോ, എന്തോ എൻ്റെ സൗണ്ട് അങ്ങനെയായി. പിന്നെ എൻ്റെ വീട്ടുകുട്ടീനെ വീട്ടിലാക്കിയിട്ട് വരുന്നതിൻ്റെ സങ്കടം അതുമുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ രാവിലെ 7 മണിക്കാണ് വീട്ടിൽ നിന്ന് വന്നത്. ഇനി നാളെ രാത്രി 7 മണിക്കായിരിക്കും നമ്മൾ വീട്ടിലെത്തുക. അപ്പോൾ വീട് അടിച്ചിട്ട് വരുന്നതിനെ കൊണ്ട് പേടിക്കാനേ ഇല്ല. കാരണം മിട്ടുക്കുട്ടി ഒരാളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല. അങ്ങനെ ആയിട്ട് ഒരാൾ വീട്ടിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ വെച്ചക്കില്ല. എന്ന് വെച്ചാൽ ഭയങ്കര വെട്ടിക്കുട്ടി കാണാൻ ചെറുതായെങ്കിലും ഓൻ്റെ കടി ഒന്ന് കിട്ടിയ നമ്മളിതാവും. കാരണം നമ്മളെ തന്നെ ഈ സ്നേഹത്തോടെ ഇങ്ങനെ നമ്മൾ പുറത്തെല്ലാം പോയി വന്നാൽ ഇങ്ങനെ നമ്മളെ കഴുത്തോളം എത്തും. പക്ഷെ അവൻ്റെ ഒരു നഖം തട്ടിയാൽ തന്നെ നമ്മളെ കൈ അങ്ങ് മുറിയുന്നു. അത്രക്ക് ഭയങ്കര എന്താ പറയുക, നഖമെല്ലാം അങ്ങനെ ഒന്ന് തൊട്ടാൽ മതി അങ്ങ് ഇതായിപ്പോവും നമ്മളെ കൈയും കാലെല്ലാം. അത്രക്ക് നഖമുണ്ട് അവന്. അപ്പോൾ അതുകൊണ്ട് കള്ളന്മാരാരും നമ്മളെ പരിസരത്ത് വരില്ല എന്നുള്ള ഇതുണ്ട്. പിന്നെ കള്ളന്മാർ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ വീട്ടിലൊന്നും എടുത്തുകൊണ്ട് പോകാനും ഇല്ല. എടുത്തുകൊണ്ട് പോകാനുള്ളത് ഞാനും കിച്ചു മാത്രം. നമ്മൾ രണ്ടാളേക്ക് വന്നു. അതുകൊണ്ട് ഒരു കള്ളന്മാർ വന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ അതുപോലെ എന്തെങ്കിലും അഥവാ ആരും ഇല്ലയെന്ന് വെച്ച് വന്നാൽ പോലും മെട്ടുക്കുട്ടി അവരെ വെറുതെ വിടുകയില്ല. അപ്പോൾ മെട്ടുക്കുട്ടീനെ വീട്ടിലാക്കിയ സങ്കടമാണ് ഇപ്പോൾ നമുക്കുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ പാവം എൻ്റെ മെട്ടുക്കുട്ടി രാവിലെ നമ്മൾ വരുമ്പോൾ മെട്ടുക്കുട്ടിയോട് എപ്പോഴും ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ മെട്ടുക്കുട്ടിയോട് പറയും, മെട്ടുക്കുട്ടി ഞാൻ അമ്മ എന്നാണ് പറയുക. അപ്പോൾ ഞാൻ പറയും, അമ്മ അപ്പം വാങ്ങിച്ചിട്ട് വരട്ടെ മെട്ടുക്കുട്ടി എന്ന് പറയും. അപ്പോഴേ ഓനെ അവിടെ അന്നേരം വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ വാലെല്ലായിട്ട് എന്നെ ഇങ്ങനെ കയറി പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറയും, അമ്മ വേഗം വരും, ഉറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് പോവുക. അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും അവന് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങും പുറമേന്ന്. അപ്പോൾ ഒന്നുമില്ലാതെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. നമ്മൾ കുട്ടികളോടെല്ലാം പറയില്ലേ, അമ്മ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരട്ടെ. അപ്പോൾ കുട്ടികൾ കാത്തിരിക്കില്ലേ അമ്മ എന്തോ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ മെട്ടുക്കുട്ടി. ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരുന്നുള്ള പ്രതീക്ഷയോടെ എൻ്റെ മെട്ടുക്കുട്ടി നിൽക്കാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മെട്ടുക്കുട്ടീനെ അവിടെ ആക്കിയതുകൊണ്ട് എനിക്ക് വല്ലാത്ത സങ്കടം. ഓനെ ഇനി ഇന്ന് രാത്രി എങ്ങനെയാണോ അവിടെ നിൽക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് കണ്ട, ഇതെല്ലാം അവിടെ ഏടിയ സ്ഥലം എന്ന് എനിക്കറിയില്ല കേട്ടോ.
അവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പണി ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. ഞാൻ വിചാരിക്കും ഈശ്വരാ ഇതെല്ലാം കഷ്ടപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നത്. കാരണം അവരിങ്ങനെ പണിയെല്ലാം ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ചെടുത്ത വീഡിയോ. ഞാൻ കുറേ സമയം അവരെല്ലാം നോക്കി. ഞാൻ വിചാരിച്ചു എല്ലാവരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാടുകൾ നോക്കിയെന്ന് അങ്ങനെ വിചാരിച്ച്. അപ്പോൾ എൻ്റെ പെട്ടിക്കുട്ടി ഇന്ന് രാത്രി നമ്മളില്ലാതെ അവനെ ഉറങ്ങണം. അപ്പോൾ ഇന്ന് എങ്ങനെയാലും അവനെങ്ങനെയാവും എന്നുള്ള ഒരു വിഷമത്തിലാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ സൗണ്ട് ആദ്യം പോയത് എൻ്റെ മെട്ടിക്കുട്ടീനെ ഓർത്തിട്ട്. കിച്ചു എന്നെ കളിയാക്കുന്നുണ്ട്. മെട്ടിക്കുട്ടി കിട്ടിയത് മുതൽ അമ്മക്ക് എന്നെ വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ മെട്ടിക്കുട്ടി എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ രണ്ടാമത്തെ കുഞ്ഞ് മോൻ വന്ന പോലെയാണ് ഉള്ളത്. കാരണം അവന് പിരിയാനുള്ള വിഷമം. അതുപോലെ ഇന്ന് രാവിലെ വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഓന് ഭക്ഷണമെല്ലാം ആക്കി വെച്ചിട്ടാണ് വന്നത്. രാവിലെ ചോറും പിന്നെ കറിയെല്ലാം വെച്ചിട്ട് ഓന് ഉണക്കറി ഇഷ്ടമാണ്. അപ്പോൾ ഉണക്കറി ചോറും പിന്നെ മുട്ട ഓംലെറ്റെല്ലാം ആക്കിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ പാത്രത്തിൽ പിന്നെ ഉണക്കറി ചോറും വെച്ച് ഒന്നിൽ മുട്ട ഓംലെറ്റും ചോറും കൊടുത്ത്. അപ്പോൾ മുട്ട ഓംലെറ്റ് ചോറ് രാവിലെ കഴിച്ച്. നമ്മൾ വരാൻ നോക്കുമ്പോഴേക്ക് രാത്രി വരെ ഓന് ഭക്ഷണം വേണ്ടേ. നമ്മൾ ഇങ്ങ് വന്നപ്പോൾ ഓന് ഭക്ഷണം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ രാത്രി വരെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് 3 പാത്രത്തിലാക്കിയിട്ട് വെച്ചത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഓനെന്താ ചെയ്തതെന്ന് വെച്ചാൽ 3 പാത്രത്തിൽ ഉണക്ക് മാത്രം തിന്ന് ചോറല്ല അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അവൻ ചോറ് കഴിക്കില്ല എന്നുള്ള ഒരു വിഷമം കൂടിയുണ്ട്. അപ്പോൾ ഞാൻ അടുത്തുള്ള വീട്ടിൽ 2-3 വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നതിന്. കാരണം ഓന് രാത്രി പോയിട്ട് വൈകുന്നേരം ബിസ്ക്കറ്റ് വാങ്ങിച്ചിന്. ഇന്നത് നമ്മൾ വരുന്നത് കൊണ്ട് 10 തരം ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 10 തരം ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് അവന് എല്ലാ ബിസ്ക്കറ്റും കഴിക്കുമോയെന്നറിയില്ല. അവന് പ്രത്യേക ഒരു സ്വഭാവമുണ്ട്. എല്ലാ ഭക്ഷണമൊന്നും അവന് ഇഷ്ടമല്ല. ഇപ്പോൾ ബിസ്ക്കറ്റ് ആണെങ്കിൽ എല്ലാ ബിസ്ക്കറ്റൊന്നും അവൻ കഴിക്കില്ല. അവന് ഇഷ്ടമുള്ളതേ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓന് ഇഷ്ടപ്പെടുന്ന ബിസ്ക്കറ്റ് ഏതാണോ അതുപോലെ വാങ്ങിച്ചിട്ട് കഴിച്ചില്ലെങ്കിൽ പാവം എൻ്റെ മെട്ടിക്കുട്ടി വിശക്കില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര അമ്മേന്ന് വിളിക്കുന്ന പോലെയല്ല എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത് 10 തരം ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് അപ്പുറത്തുള്ള എൻ്റെ വീട്ടിന് ചുറ്റും വീടുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിലെ 2 വീട്ടിലുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 2 വീട്ടിലുള്ളവർക്കും പിന്നെ ആരോ ഇപ്പോൾ 2 ആൾക്കാർ വന്നിട്ട് കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ബിസ്ക്കറ്റുകളെല്ലാം അവർക്ക് ഏൽപ്പിച്ചിട്ട് ഞാൻ വന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ബിസ്ക്കറ്റ് കൊടുക്കണം, പിന്നെ നാളെ രാവിലെയും കൊടുക്കണം, ഉച്ചക്കാകുമ്പോഴേക്കും കൊടുക്കണം. അങ്ങനെയെല്ലാം ഏൽപ്പിച്ചിട്ടാണ് വന്നതിന്. അപ്പോൾ രാത്രിയിലിടക്ക് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കല്യാണമെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി ഏകദേശം ഒരു 7-8 മണിയാകുമ്പോഴേക്കേ വീട്ടിലെത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അപ്പോഴേക്ക് പോകുന്ന വഴിക്ക് മിട്ടുവിന് ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് പോകാനുള്ള മനസ്സോടെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ മിട്ടുക്കുട്ടിയെ ഓർത്തിട്ട് എനിക്ക് വിഷമാകുന്നു കൂട്ടുകാരെ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടെല്ലാം ഇങ്ങനെ വിഷമത്തിൽ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിച്ചോന്ന് എനിക്കറിയില്ല. ബോറടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങ് സഹിച്ചോട്ടോ. കാരണം ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയണേ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് ഇങ്ങനെ പറയാറ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണേ. പിന്നെ നമ്മൾ കൂടുതൽ ആൾക്കാർ എന്താണെന്ന് പറയുന്നത് അതാണ് ഞാൻ എടുക്കുക. ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ബോറടിക്കുന്നില്ല, സംസാരിച്ചോ. അപ്പോൾ ചിലവർ 1-2 ആൾക്കാർ സംസാരിക്കണ്ട അങ്ങനെ പറഞ്ഞാൽ ഞാനത് എടുക്കില്ല. കൂടുതൽ ആൾക്കാർ ബോറടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സംസാരം കുറക്കും. അതല്ല കൂടുതൽ ആൾക്കാർ ബോറടിക്കുന്നില്ല, നിങ്ങൾ വീഡിയോ സംസാരിക്കുന്നേ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ സംസാരിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ചെയ്യും. അപ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ ബോറടിക്കുന്നത് തന്നെ കമൻറ്റ് പറയണം. കാരണം പക്ഷേ എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. ബോറടിച്ചാലും വേണ്ടില്ലേ. എൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ വോളിയം കുറച്ചിട്ട് വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവൻ കാണുകയും എനിക്ക് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് നൽകുകയോ ചെയ്യണേ. ഇത് വേണ്ട, ഇത് ഞാൻ പരമാവധി ആകാശവും ഭൂമിയും ഒരുമിച്ചുള്ള രീതിയിൽ എടുക്കണമെന്ന് വെച്ചാൽ. പക്ഷേ ഇത് നേർക്ക് കാണുമ്പോൾ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കേട്ടോ. പക്ഷേ
ഫോണിലെടുക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടിയില്ല. ഇത് ഈ പച്ചപ്പടിപ്പോൾ പിന്നെ ഇതെല്ലാം തെങ്ങ് അങ്ങനെ എന്തൊക്കെയോ മരങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ട് ഈ ആകാശത്തിന് മുട്ടുന്ന രീതിയിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ അത് കാണുമ്പോൾ നല്ല വീഡിയോ എടുക്കാൻ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിന്. പക്ഷേ ഈ പച്ചപ്പിടിപ്പൊന്നും കാണുന്നില്ല. പക്ഷെ അതെൻ്റെ കുഴപ്പമില്ല കേട്ടോ. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്നല്ലേ എടുക്കുന്നത്. അപ്പോൾ അതെൻ്റെ കുഴപ്പമില്ല. കണ്ടോ ഇവിടെയെല്ലാം പച്ചപ്പിടിപ്പ് വന്നില്ലേ? അത് ഞാൻ പറഞ്ഞത് അതെൻ്റെ കുഴപ്പമില്ല. എന്നാലും ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തില്ലേ, അതെൻ്റെ കഴിവ് തന്നെയല്ലേ കൂട്ടുകാരെ. ആ കഴിവ് നിങ്ങൾ എനിക്ക് സമ്മതിച്ച് തരണം കേട്ടോ. കാരണം ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന ഞാൻ, പിന്നെ യൂട്യൂബ് തുടങ്ങിയിട്ട് 4 മാസമേ ആയില്ലോ. അപ്പോൾ ഒരറിവൊന്നും ഇല്ലാതെ, യാത്രക്കറിവില്ല, വീഡിയോ എടുത്തിട്ട് അറിവില്ല. അപ്പോൾ ഈ അറിവൊന്നും ഇല്ലാതെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇത് നല്ല മികവില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല മികവുണ്ട്. ഞാൻ തന്നെ പറയുന്നുണ്ട് നല്ല മികവുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങളെ കുറ്റമൊന്നും പറയണ്ട കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കുറ്റം പറയണം തോന്നിയിട്ടുണ്ട്, കുറ്റം പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ മുഴുവൻ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ കമൻറ്റ് പറയാൻ തോന്നുന്നത് കമൻറ്റ് പറയുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ സ്ഥലങ്ങളെല്ലാം കാണുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എനിക്ക് മാത്രമേ അറിയാണ്ടുള്ളൂ. ബാക്കി എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുന്ന എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ കണ്ണൂർ ജില്ല വിട്ടിട്ട് ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. കണ്ണൂർ ജില്ല തന്നെ മുഴുവൻ സ്ഥലങ്ങൾ എനിക്ക് അറിയില്ല. ആകെ അറിയും കണ്ണൂർ കുറച്ച് ടാക്കീസ്. എന്താ വെച്ചാൽ ടാക്കീസ് ആദ്യമേ എൻ്റെ കല്യാണം കഴിഞ്ഞത് മുതലേ ടാക്കീസ് പോയിട്ട് സിനിമ കാണുന്ന സ്വഭാവം എനിക്കുണ്ട്. എനിക്കും എൻ്റെ ഭർത്താവിനുമുണ്ട്. അതുകൊണ്ട് ടാക്കീസ് മുഴുവൻ കണ്ണൂർ ജില്ലയിൽ ഇത് ടാക്കീസ് അറിയും. ഇപ്പോഴും ഞാനും മോനും പിന്നെ സിനിമ ഇറങ്ങിയാൽ, പുതിയ സിനിമ ഇറങ്ങിയാൽ നമ്മളപ്പോഴും പോയി കാണും. ഇപ്പം അടുത്ത് മറ്റേ ദിലീപിൻ്റെ സിനിമ, എൻ്റെ പേര് ഓർമ്മയില്ല, ദിലീപിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മറ്റേ ചിഞ്ചുറാണി. പിന്നെ യൂട്യൂബ് ചാനൽ അന്ന് എൻ്റെ ഭാര്യയായിട്ടുള്ളൊരു സിനിമയില്ലേ, കൂട്ടുകാർ കണ്ടിരുന്നറിയില്ല. ആ സിനിമ നമ്മൾ കണ്ടിരുന്നു. അന്നതിന് ശേഷം കുറേ പുതിയ സിനിമ ഇറങ്ങി തോന്നുന്നു. അപ്പോൾ അതിൽ ഈ ദിലീപിൻ്റെ സിനിമയിൽ അവൻ കെട്ടാൻ പോകുന്ന പെണ്ണ് യൂട്യൂബ് ചാനൽ നടത്തുന്ന ചിഞ്ചുറാണി എന്നാ പേര്. അപ്പോൾ അതിലവർ പറയുന്നുണ്ടേനു. കാരണം യൂട്യൂബ് ചാനലിൽ ഓള് അതിൽ പിന്നെ അവളെന്താ ചോദിച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ എന്താ പറയുക ഫുള്ള് വീഡിയോ വഴി ദിലീപ് തന്നെ വിചാരിക്കുന്നത് ഇവളെ കെട്ടണ്ടേന്, അങ്ങനെയെല്ലാം വിചാരിക്കുന്ന ഒരു നല്ല സിനിമയാണ്. പക്ഷെ അതിൽ കുറേ അറിവുകളും പറയുന്നുണ്ടേന്. കാരണം യൂട്യൂബ് ചാനലുകാർ ഈ എന്താ പറയുക വേണമെന്നോ വേണ്ടാത്തതെല്ലാം എടുത്തിട്ടിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ ജീവിതം ബുദ്ധിമുട്ടിക്കുന്ന കുറേ ചാനലുകാരുണ്ടല്ലോ. കാരണം അവർ നേർക്കറിവ് ഇല്ലാതെ എല്ലാ ചാനലുകാരാണ്. ചില ആൾക്കാരിൽ നമ്മളെ തന്നെ കാണാം. എന്താ വെച്ചാൽ അവർ നേർക്കറിയാതെ അവർ ഇങ്ങനെ ഒരു ഇതാക്കി പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം കാണേണ്ട ഒരു നല്ല സിനിമയായിരുന്നു അത്. ഞങ്ങൾക്ക് പക്ഷേ ആ സിനിമേൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ നല്ല ചിരിക്കേണ്ട കോമഡി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ അധികം ടാക്കീസും എനിക്കറിയും. പക്ഷേ കണ്ണൂർ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും എനിക്കറിയില്ല. കുറച്ച് അമ്പലങ്ങളും കുറച്ച് ടാക്കീസും മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ കണ്ണൂർ ജില്ല പോലും മുഴുവൻ അറിയാത്ത ഞാൻ ഈ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂരും കാണുന്ന കൗതുക കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും കൗതുകത്തോടെ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇതെന്താണോ എന്ന് വിചാരിക്കണ്ട. കാരണം എനിക്ക് കൗതുകമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലക്കാർ നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും കൂടി പറയുന്നത്, നിങ്ങളുടെ ജില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ പറയുന്ന എൻ്റെ ജില്ല എനിക്കിഷ്ടമാണ്, എൻ്റെ ജില്ല എനിക്കിഷ്ടമാണ്. പക്ഷെ അതിന് എന്താ പറയുക, അതിലപ്പുറം നിങ്ങളുടെ ജില്ല എനിക്കിഷ്ടമായി. അപ്പോൾ കണ്ണൂർ ജില്ല ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ജനിച്ചു വളർന്ന ജില്ല കഴിഞ്ഞിട്ടേ എനിക്ക് എല്ലാ ജില്ലകളുള്ളൂ. പക്ഷേ എങ്കിൽ അതിലപ്പുറം നിങ്ങളെ ജില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഒന്നും കൂടി പറയുന്നു. നിങ്ങൾക്ക് ബോറടിക്കണ്ട ഞാനിങ്ങനെ പറയുന്നത്. കണ്ടോ, ഞാൻ കഷ്ടപ്പെട്ടിട്ട് അതിങ്ങനെ എടുത്തിട്ട് കേട്ടോ. കാരണം ഉറക്കത്ത് എണീറ്റിട്ട് വരുന്നതാണ് കൂട്ടുകാരെ എൻ്റെ ഫോട്ടോയിലോട്ടോ. കാരണം എന്ന് വെച്ചാൽ കൂട്ടുകാരെ അടുത്ത വീഡിയോ കല്യാണ വീഡിയോ ആയിരിക്കും.